ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് വളരെ സിമ്പിളായും ടേസ്റ്റിയായും തയ്യാറാക്കുന്ന ഒരു എഗ് പപ്സിൻ്റെ റെസിപ്പിയാണ്. കുക്കിംഗ് അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഒട്ടും താമസിക്കാതെ വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഇതിനു വേണ്ടിയുള്ള മാവ് തയ്യാറാക്കാനായി ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരേപോലെ തന്നെ നമുക്ക് എടുക്കാം. ഇത് നന്നായി ബീറ്റ് ചെയ്ത് ഇതിലേക്ക് 1 കപ്പ് മൈദ മാവും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് നന്നായി കുഴയ്ക്കുക. വെള്ളം അല്പാൽപമായി ചേർത്ത് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പരുവത്തിൽ കുഴയ്ക്കുക. വെള്ളം കൂടിപ്പോവുകയാണെങ്കിൽ കുറച്ച് മൈദ കൂടിയിട്ട് ചപ്പാത്തിക്ക് വേണ്ടുന്ന പരുവമാക്കി എടുക്കുക. ഇത് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 സവാള, 1 പച്ചമുളക്, 1 തക്കാളി, 1 തണ്ട് കറിവേപ്പില എന്നിവ ആവശ്യമാണ്. മസാലയ്ക്കായുള്ള പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർക്കാം. ഒരുമിച്ച് ചേർത്താൽ മതി. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് സമയം പാൻ മൂടി വയ്ക്കാം. തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സമയം ഇതിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാളയും തക്കാളിയും വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതിയാവും. അധിക നേരമിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയും ചേർത്ത് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി വഴറ്റാം. ഇതുകൂടി ചേർത്താൽ നമ്മുടെ മസാല തയ്യാറായി കഴിഞ്ഞു. ഞാൻ നേരത്തെ തന്നെ 2 മുട്ട പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 4 പപ്സാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മാവ് എന്തായിന്ന് നോക്കാം. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 4 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കത്തി എടുത്ത് 4 ഭാഗമായിട്ട് ഇത് മുറിക്കുകയാണ്. ഇനി നമുക്ക് ഈ 4 ചെറിയ ഉരുളകൾ പരത്തിയെടുക്കണം. ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയാൽ മതി. അധികം നൈസായും പോവണ്ട, നല്ല കട്ടി കൂടിയും പോവണ്ട. ആദ്യത്തെ ലെയർ ഞാൻ പരത്തി വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് നെയ്യൊന്ന് തൂവിക്കൊടുക്കുക. നെയ്യോ എണ്ണ ഏതായാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ കുറച്ച് മൈദ മാവും തൂവിക്കൊടുക്കുക. ഇത് ലെയറായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നെയ്യും അതുപോലെ തന്നെ മൈദ മാവും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ലെയർ ഇതുമായിട്ട് സ്റ്റിക്കിയായി പോവില്ല. ഈ ലെയറുകളായിട്ട് തന്നെ കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ 4 ലെയർ ഇട്ടിട്ടുണ്ട്. ഈ ലെയറുകൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇത് 4ആയിട്ട് മുറിച്ചിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ചിട്ട് നോൺ സ്റ്റിക്ക് പാനിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുട്ടയും ഫില്ലിങ്ങും പപ്സ് ഉണ്ടാക്കാനുള്ള ആ ഷീറ്റും റെഡി ആയിട്ടുണ്ട്. ഈ ഷീറ്റിനകത്തേക്ക് കുറച്ച് ഫില്ലിങ്ങും മുട്ടയും വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് പപ്സ് മടക്കുന്ന പോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ ബാക്കി 3ഉം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് നമുക്ക് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 4 പപ്സും പാനിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അധികം സമയമൊന്നും വേണ്ട. വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഫ്രൈ ആയി കിട്ടും. അത്രയും താമസമുള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മളിത് വെച്ചിട്ട് എങ്ങും പോവരുത്. ഇത് കുറച്ച് സമയം അടച്ച് വയ്ക്കാം. 2 മിനിറ്റ് മാക്സിമം മതിയാവും ഇത് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട്. 2 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് തുറന്ന് നോക്കിയപ്പോഴേക്കും കറക്റ്റ് പാകമായി വന്നിരുന്നു.
അപ്പോൾ ഇതാ നമ്മുടെ പപ്സ് ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് അടുത്ത സൈഡ് കൂടി ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും അതുപോലെ തന്നെ 4 സൈഡുകളും ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ എണ്ണയുള്ള ഭാഗത്തേക്കൊക്കെ ഒന്ന് തെറ്റിച്ചിട്ട് കൊടുക്കണം. 4 ചെറിയ സൈഡുകൾ കൂടി മൊരിച്ചെടുക്കണം. അപ്പോഴേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് എഗ് പപ്സ്. എല്ലാവരും ട്രൈ ചെയ്ത്